ഇപ്പൊ 2024 അവസാനിക്കുമ്പോൾ പൊളിക്കുമെന്ന് നമുക്ക് നോക്കാം. ഷഫീദ് റാവുത്തർ ചേരുന്നു കോവളം അന്തർദേശീയ ബീച്ചിൽ നിന്ന്. ഷഫീദ് പറയൂ. വന്നു കഴിഞ്ഞല്ലോ, വന്നല്ലോ. കിടിലം ഷർട്ടായിട്ടുണ്ട്, വിളി കാണിക്കരുത്. പുറത്ത് കാണിക്കരുത്, പക്ഷെ നല്ല ഷർട്ടാ. ഓക്കെ, പറയൂ ഷഫീദ്. ഈ ഷർട്ടിന്റെ കളറടക്കം, ഈ ഷർട്ട് ഞാൻ പൊതുവെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഷർട്ടല്ല, പക്ഷെ പുതുവർഷമാണ്, ആഘോഷ മൂടാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഷർട്ട് ഞാൻ സെലക്ട് ചെയ്തത്. ഏതായാലും കോവളം ബീച്ചിലാണ് SK രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ വർഷത്തെ പോലെ ഇപ്രാവശ്യവും നിരവധി കണക്കിന് ആളുകൾ, നമുക്ക് ആ ദൃശ്യങ്ങൾ അഭിലാഷ് തൊഴിലും കൂടെ ഉറപ്പാക്കും. ധാരാളം ആളുകൾ, അത് ഡൽഹിയിൽ നിന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ നിരവധി ആളുകൾ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് തണുത്ത മൂടാണ്, പക്ഷേ ആ മൂഡ് മാറും. ഇവിടെ ആഘോഷ തിമിർപ്പാകും, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ എല്ലാവിധത്തിലുള്ള പരിപാടികളും ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ തിരക്ക് പതുക്കെ കൂടുകയാണ്. നമ്മുടെ ഈ കോവളത്തിലേക്ക് കയറുന്ന ബൈപ്പാസിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് ഗതാഗതം നിയന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം തിരക്ക് ഇപ്രാവശ്യവും ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ഇവർ പറയുന്ന ഒരു കാര്യം. ഏതായാലും ഈ കുടുംബങ്ങളായിട്ടൊക്കെ ആഘോഷിക്കാൻ വന്ന പലതരത്തിലുള്ള ആളുകളുണ്ട് സ്കേൻ, അവരോടൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. നിങ്ങൾ എവിടുന്നാ? നമ്മളിവിടെ നിന്നൊക്കെ തന്നെ. സ്ഥലം എവിടാ? കോവളം. ആഘോഷിക്കാൻ വന്നതാണോ? ആഘോഷിക്കാൻ വന്നു. എത്ര പേര് ഉണ്ടാവും? നമ്മളിവിടെ ഒരു 12-1-1.5. എന്താ പരിപാടി? എന്താ ബീച്ച് കാണാൻ ന്യൂ ഇയർ ആഘോഷിക്കാറുണ്ട്? എന്താ അങ്ങനെ നമുക്ക് ഇവർ ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ ഈ തരത്തിലേക്കുള്ള ഒരു ഫാമിലി മൂഡ് കോവളത്തുണ്ട്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ആഘോഷ മൂഡാകും. ഈ തിരുവനന്തപുരം നഗരത്തിലെ മിക്ക ആളുകളും ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ സെലക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം അത് ഈ കോവളമാണ്. ഇവിടെ ഇപ്പോൾ ഈ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ആളുകളുണ്ട്. ഇതെന്താ, ഇത് എവിടുന്ന് മേടിച്ച്? എവിടുന്നാ വരുന്നേ? എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലൊക്കെ വലിയ ആഘോഷമല്ല, എന്താ ഇങ്ങോട്ടേക്ക് വന്നേ? ഇവിടുത്തെ ഒരു വൈബ് അറിയാൻ വേണ്ടി വന്നതാണോ? ഇതുവരെയുള്ള വൈബ് എങ്ങനെയുണ്ട്? സൂപ്പർ. കുറ്റം പറയണല്ലേ, എപ്പോഴും നമ്മൾ അവിടെ ആഘോഷം ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇവിടെ വന്നു. എന്തായാലും നമ്മുടെ കോവളത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. രാത്രി 12 മണി വരെ കോവളം ബീച്ച് തകർക്കും.